19/7/2025 ശനിയാഴ്ചത്തെ നക്ഷത്രഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഇടവം, മിഥുനം, തുലാം, കുംഭം രാശിക്കാർക്ക് ശുഭവും, മേടം, കന്നി രാശിക്കാർക്ക് മധ്യമവും, മീനം രാശിക്കാർക്ക് ദോഷവും, കർക്കിടകം, ചിങ്ങം, വൃശ്ചികം, ധനു, മകരം രാശിക്കാർക്ക് കഠിന ദോഷവും ആണ്. ചില കൂറുകളൊക്കെ കമൻ്റായിട്ട് വരുമ്പോൾ പ്രതീക്ഷയോടെയാണ് നോക്കണത്. പക്ഷേ കർക്കിടക കൂറുകാർക്ക് ദോഷമാണ്, അല്ലെങ്കിൽ ചിങ്ങക്കൂറുകാർക്ക് ദോഷമാണ് എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു വിഷമമാണ്. ശരിയാണ്, ഇത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. വിഷമിക്കാൻ വേണ്ടിയല്ല ഇത് പറയുന്നത്, ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. നമ്മൾ റോഡിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ ചില വളവിലൊക്കെ ചില ബോർഡ് വെച്ചിട്ടുണ്ട്, അത് വളവാണെന്ന് കാണിക്കാനാണ്. അതങ്ങനെ അപകടം പിടിച്ച മേഖലയാണെന്ന് കാണിക്കാനാണ്. അതല്ലാണ്ട് അപകടം ഉണ്ടാകുമെന്നല്ല പറയുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ട ശ്രദ്ധ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഈ അപകടങ്ങൾ ഒഴിവായി കിട്ടും. ഇവിടെയും അങ്ങനെ തന്നെയാണ്. കഠിന ദോഷം എന്നൊക്കെ പറയുമ്പോൾ ഗ്രഹത്തിൻ്റെ ചാരസഞ്ചാരമനുസരിച്ച് എൻ്റെ ദൃഷ്ടിയിൽ കുറച്ച് കൂടുതൽ ദോഷം കാണുന്ന ഗ്രഹങ്ങളും ഒക്കെ നിൽക്കുന്ന കൂറുകാരെയാണ് കഠിന ദോഷം എന്ന് പറയുക. മറ്റുള്ളവരുടെ ദൃഷ്ടി എങ്ങനെയാണെന്ന് ഞാൻ നോക്കാറില്ല കേട്ടോ. എൻ്റെ ദൃഷ്ടിയിൽ ഞാൻ കാണുന്ന, ഞാൻ പഠിച്ച എൻ്റെ ഒരു മാർഗമനുസരിച്ചാണ് നോക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ദോഷം കാണുമ്പോൾ അതുണ്ട് എന്ന് പറയുകയാണ് ചെയ്യുന്നത്, അത് ഉണ്ടാകും എന്ന് പറയുകയല്ല ചെയ്യുന്നത്. അത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് മാത്രമാണ്. അതിൽ ഒരു വിഷമത്തിൻ്റെ ആവശ്യമില്ല നമുക്ക്. വിഷമം അപകടങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ ഉണ്ടായി കഴിയുമ്പോൾ. അങ്ങനെ ഉണ്ടാകാതിരിക്കാനല്ലേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് വിഷമത്തിൻ്റെ ആവശ്യമില്ല, ശ്രദ്ധയുടെ ആവശ്യമേ ഉള്ളൂ. ചില കാര്യങ്ങളിലുള്ള കരുതലിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതല്ലാണ്ട് ദോഷങ്ങളാണല്ലോ എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ടതായ യാതൊരു ആവശ്യമില്ല. അങ്ങനെ വിഷമിച്ചിട്ട് യാതൊരു കാര്യമില്ല. അതിപ്പോൾ ശുഭകരം എന്ന് പറയുന്ന ആളുകൾക്ക് മൊത്തം ശുഭം കിട്ടിക്കൊള്ളണം നിർബന്ധമൊന്നുമില്ല. അവിടെ ജാതകം കൂടെ അനുകൂലമാണെങ്കിലാണ് ശുഭം കിട്ടുക. പക്ഷേ ശുഭകരമായ കാര്യങ്ങൾക്ക് അനുകൂലമായ സമയമാണെന്ന് പറഞ്ഞാൽ താൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒക്കെയുള്ള ഒരു സാഹചര്യമുള്ള ദിവസമാണെന്ന് മനസ്സിലാക്കി ആ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ചെയ്യണം. എന്ത് കാര്യവും ശ്രദ്ധയോടെ ചെയ്തില്ലെങ്കിൽ ദോഷമുണ്ടാവും. ആ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ പിന്നെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് മാറ്റിവെക്കുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ മാറ്റിവെക്കാതെ പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്നൊരു ദിവസമാണ് ഇത് എന്ന് ആണ് ശുഭം എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്. നല്ല ദിവസമാണ്. ഇപ്പോൾ തൊഴിൽ രംഗത്തൊക്കെ എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് നല്ല ദിവസമാണ്, അനുകൂലമാണ് ഈ ദിവസമെങ്കിൽ ആ ദിവസം തന്നെ അത് ചെയ്യാം. പിന്നെ മാറ്റി വെക്കണ്ടല്ലോ. അങ്ങനെയുള്ള ഗുണകാര്യങ്ങളൊക്കെയാണ് ഇതുകൊണ്ടുണ്ടാകുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതല്ലാണ്ട് ഇത് ഒരു ഭയത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ല ഇതിനകത്ത്. ശ്രദ്ധിക്കണമെന്ന സൂചനയാണ് ദോഷഫലങ്ങൾ പറയുന്നവരോടുള്ളത്. ശുഭഫലങ്ങൾ പറയുന്നവരോടുള്ളത് നിങ്ങൾ കുറച്ച് ഭംഗിയായി, കുറച്ച് നന്നായി നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് ശ്രമിക്കൂ. ഈ ദിവസം നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്ന സൂചനയാണ്. ഇത് രണ്ടുമാണ് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുന്നത്. അതല്ലാണ്ട് അതിനകത്ത് വേറെ യാതൊന്നും നിങ്ങൾ ധരിക്കേണ്ടതില്ല. അങ്ങനെ ഇല്ല എന്ന് മനസ്സിലാക്കുക. ജ്യോതിഷം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന ചില പ്രശ്നങ്ങളെക്കുറിച്ചുള്ള സൂചനകൾ നൽകുന്ന ശാസ്ത്രമാണ്. അത് മറ്റുള്ള ഏതൊരു ശാസ്ത്രവും മനുഷ്യർ കൈകാര്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ന്യൂനതകൾ ഈ ശാസ്ത്രത്തിനും ഉണ്ടാകും. ഇതും ന്യൂനതകൾക്ക് അതീതമല്ല. ശാസ്ത്രം ന്യൂനതകൾക്ക് അതീതമാണ്. പക്ഷെ കൈകാര്യം ചെയ്യുന്ന ഓരോ വ്യക്തികൾ ന്യൂനതകൾക്ക് അതീതമല്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാം അങ്ങനെയല്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ ശ്രദ്ധിക്കുക, ബാക്കിയൊക്കെ ഭഗവാനെ വിടുക. ഇതാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഫലത്തിലേക്ക് വരാം. ഞാനീ പറഞ്ഞത് കൃത്യമായി മനസ്സിലാക്കിയെന്ന് കരുതുന്നു. നമുക്ക് ഫലത്തിലേക്ക് വരാം. മേടം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്. അവരുടെ മനസ്സ് ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. മാതൃസ്ഥാനീയരൊക്കെ അനുകൂലമായിരിക്കും.
അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങളൊക്കെ പറയാനായിട്ട് മേടക്കൂറുകാർക്ക് കഴിയും. എന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ ആവശ്യമുള്ള സമയമാണ്. പൊതുവെ ആത്മവിശ്വാസക്കുറവ് അനുഭവിക്കുകയും ചെയ്യും. എല്ലാ കാര്യത്തെയും ഒരു സംശയത്തോടെ കാണാനുള്ള ഒരു ത്വര ഈ ദിവസം ഉണ്ടാകും. നേത്രരോഗങ്ങൾ, ഉഷ്ണരോഗങ്ങളൊക്കെ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. സഹോദരസ്ഥാനീയർ അത്ര അനുകൂലമല്ല മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാകുന്ന ഒരു സമയമാണ്. കടബാധ്യത ഉണ്ടാകുന്ന സമയമാണ്. കാരണം ശനി 12-ലും കേതു 5-ലും വ്യാഴം 3-ലുമൊക്കെ സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ. അപ്പോൾ പൊതുവെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കാലഘട്ടം കൂടെയാണ്. അപ്പോൾ ഈ ദിവസം ആ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ വേണം. ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ്. വിദ്യാപരമായ കാര്യങ്ങൾക്ക് ഈ മേടക്കൂറുകാർക്ക് ഈ ദിവസം ഉപയോഗിക്കാൻ കുഴപ്പമൊന്നുമില്ല. ഈ കാലഘട്ടം കുറച്ച് അനുകൂലമാണ്. പഠിക്കാനുള്ള കാര്യങ്ങൾക്കൊക്കെ അപ്ലിക്കേഷൻ അയക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അനുകൂലമായ സമയമാണ്. ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മക്കളുമായിട്ടും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. കഫരോഗങ്ങൾ മൂലം പ്രയാസം ഉണ്ടാവാം. ജീവിത പങ്കാളി അനുകൂലമായിരിക്കും. തൊഴിൽ മേഖലയിൽ അത്ര മേന്മയില്ല. സഹപ്രവർത്തകരിൽ നിന്നും മേലുദ്യോഗസ്ഥരിൽ നിന്നൊക്കെ മനസ്സിന് പ്രയാസം ഉണ്ടാവും. തൊഴിലാളികളും അത്ര അനുകൂലമല്ല. ഇനി ഇടവം രാശി. കാർത്തിക അവസാന 3/4 ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം ഇടവൻ രാശി. ഇടവൻ രാശിക്കാർക്ക് ശുഭകരമായ ദിവസമാണ്. എന്നാലും അവർക്ക് 10-ൽ രാഹു സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. തൊഴിൽ രംഗത്തൊക്കെ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. എങ്കിലും ഈ ദിവസം അവരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ പൊതുവെ അനുകൂലമായ ഒരു ദിവസമാണ്. ശുഭകരമായ ദിവസമാണ്. എല്ലാ കാര്യത്തിലും ഒരു ആത്മവിശ്വാസമൊക്കെ ഉണ്ടാകും. അലസതയൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. ഒരു നേതൃഗുണം ഈ ദിവസം ഇവർക്ക് ഉണ്ടാകും. മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമായിട്ട് പ്രവർത്തിക്കും. മാതൃസ്ഥാനീയർ അനുകൂലമാണ്. അതുപോലെ പിതൃസ്ഥാനീയരും അനുകൂലമാണ്. അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല. കടബാധ്യത വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. ശത്രുക്കൾ മൂലമുള്ള കലഹങ്ങൾ മൂലമുള്ള ചില പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാം. അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കണം. വാക്കുകൾ വളരെയധികം നിയന്ത്രിക്കണം. വാക്കുകൾ മൂലം ചില നഷ്ടങ്ങൾ, സുഹൃത്തുക്കൾ പോലും ശത്രുക്കളായി തീരുന്ന അവസ്ഥ ഒക്കെ ഇടവക്കൂറുകാർക്ക് ഉണ്ടാവാം. കാര്യം പൊതുവെ ഗുണകരമാണെങ്കിൽ പോലും ഒക്കെ ഉണ്ടാവാം. ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അനുകൂലമല്ല. ധനപരമായ കാര്യങ്ങളിൽ നേട്ടമുണ്ടാകും. മക്കളും ജീവിത പങ്കാളിയും ഒരു പരിധിവരെ അനുകൂലമായിരിക്കും. വാഹന സംബന്ധമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ്. തൊഴിൽ മേഖല പൊതുവെ അനുകൂലമാണ്. പുതിയ വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ കഴിയും. പുതിയ സംരംഭങ്ങളൊക്കെ ആലോചിക്കാവുന്ന കാലഘട്ടമാണ്. പൊതുവെ ഇടവക്കൂറുകാർക്ക് തൊഴിൽ മേഖലയിൽ നേട്ടമുണ്ടാകും. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചാൽ കർമ്മമണ്ഡലങ്ങളിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് ഒഴിവാക്കുക. അനുചിതമായ സുഹൃത്ത് ബന്ധങ്ങളെയും സൃഷ്ടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. മിഥുനം മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ 3/4 ഭാഗം. മിഥുനം രാശിക്കാർക്കും ഇന്ന് ശുഭകരമാണ്. എങ്കിലും അവർക്ക് ജന്മത്തിൽ വ്യാഴവും 10-ൽ ശനിയും രാഹു 9-ലുമൊക്കെ സഞ്ചരിക്കുന്ന കാലഘട്ടമാണ്. ഭാഗ്യക്കുറവ്, തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങൾ, ദിവാധീനക്കുറവൊക്കെ ഉണ്ടാകുന്ന സമയം. അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുള്ള കാലഘട്ടമാണ്.
എങ്കിലും അവർക്ക് ഈ ദിവസം ശുഭകരമാണ്. അവർക്ക് എന്നാൽ ആരോഗ്യകാര്യത്തിലൊരു ശ്രദ്ധ വേണം. മാനസികമായ അസ്വസ്ഥതയുള്ളവർ വളരെ ശ്രദ്ധിക്കണം. ഉദരസംബന്ധമായ അസുഖങ്ങൾ, പിത്തരോഗങ്ങൾ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിൽ നേത്രരോഗങ്ങളുള്ളവർ ശ്രദ്ധിക്കുക. പൊതുവെ ഒരു പ്രതിരോധ ശക്തി കുറവ് അനുഭവപ്പെടുന്ന സമയമായിരിക്കും മിഥുനക്കൂറുകാർക്ക്. എന്നാൽ മനസ്സ് ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. മാതൃസ്ഥാനീയർ അനുകൂലമാണ്, എന്നാൽ പിതൃസ്ഥാനീയർ അത്ര അനുകൂലമൊന്നുമല്ല. അപ്പോൾ ഇവരോടൊക്കെ സംസാരിക്കേണ്ടി വരുമ്പോൾ ഒരു മിതത്വമൊക്കെ സ്വയം ആസൂത്രിതമായി ചെയ്യുക. അവരൽപ്പം ദേഷ്യപ്പെട്ട് വരുമ്പോൾ അവരോട് അതിന് തിരിച്ച് മറുപടി പറയല്ല, മിതത്വം പാലിക്കുക. അല്ലെങ്കിൽ അവിടെ നിന്ന് ആ സംസാരം ഒഴിവാക്കി മാറിപ്പോകാനൊക്കെ ശ്രദ്ധിക്കുക. ഈ മാതൃ ശാപം, സ്ത്രീ ശാപം, ഇങ്ങനെയുള്ള ശാപങ്ങൾക്കൊന്നും പരിഹാരമില്ല എന്ന് മനസ്സിലാക്കണം. അതൊക്കെ അനുഭവിച്ച് തീർക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഈ മാതൃശാപം, പിതൃശാപം, അങ്ങനെയുള്ള ശാപ ദുരിതങ്ങളെ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ മിഥുനം രാശിക്കാർക്ക് അനുകൂലമാണ്. ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയുന്ന സമയമാണ്. കടബാധ്യതയൊക്കെ കുറച്ചു കൊണ്ടുവരാനായിട്ട് കഴിയും. വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും. ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമാണ്. ആരെങ്കിലും ശത്രുതയൊക്കെ ആയിട്ട് കലഹമൊക്കെ ആയിട്ട് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് സംസാരിച്ച് മിത്രസ്ഥാനത്ത് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സമയമാണ്. ധനപരമായ ചെറിയ നഷ്ടങ്ങളൊക്കെ ഉണ്ടാവാം. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണ്. വാഹന നേട്ടമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തൊഴിൽ രംഗത്ത് അത്ര മേന്മ എന്ന് പറയാൻ കഴിയില്ല. ചില തടസ്സങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും. എങ്കിലും പൊതുവേ നോക്കുമ്പോൾ മിഥുനക്കൂറുകാർക്ക് ഗുണകരമായ ദിവസമായിരിക്കും. കർക്കിടകം ഒട്ടും അനുകൂലമല്ല, കഠിന ദോഷമുള്ള സമയമാണ്. അതുകൊണ്ട് നന്നായി ദൈവാധീനമൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. എങ്കിലും മനസ്സും ബുദ്ധിയൊക്കെ അനുകൂലമായിരിക്കും. മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കഴിയും. ജീവിത പങ്കാളി അനുകൂലമായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള ചില നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. കഠിന ദോഷമാണെങ്കിൽ പോലും ഒരു പരിധി വരെ ഇങ്ങനെയുള്ള നേട്ടങ്ങൾ ഉണ്ടാവും. ആരോഗ്യകാര്യത്തിൽ വളരെ ശ്രദ്ധ വേണം. പ്രത്യേകിച്ച് വാത പിത്ത രോഗമുള്ളവർ, ആസ്മ, മാനസികമായ അസ്വസ്ഥതയൊക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം. മുൻകോപത്തെ പ്രത്യേകിച്ച് നിയന്ത്രിക്കണം. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. ശത്രുക്കൾ മൂലം ചിലപ്പോൾ ചില കടബാധ്യതയും വരാം. അവരുടെ പ്രശ്നങ്ങൾ തീർക്കുന്നതിനൊക്കെ ആയിട്ട് ചില കടമൊക്കെ മേടിക്കേണ്ടതായിട്ട് വരാം. അങ്ങനെ അവർ മൂലം ചില കടബാധ്യതയും വരാം. വാക്കുകളെ വളരെ നിയന്ത്രിച്ച് ഉപയോഗിക്കണം. വാക്കുകൾ മൂലം പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമായിരിക്കില്ല. മക്കളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ സാമ്പത്തിക കാര്യത്തിൽ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. സാമ്പത്തിക കാര്യമായിട്ട് അനുകൂലമല്ല താനും. തൊഴിൽ മേഖലയിൽ അനുകൂലമല്ല. ഒരു കാരണവശാലും കർക്കിടകക്കൂറുകാർ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. കാരണം വ്യാഴം 12-ലും 8-ൽ രാഹുവും 9-ൽ ശനിയും 2-ൽ കേതുവും ഒക്കെ നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടം അനുകൂലമല്ല എന്നർത്ഥം. ഭാഗ്യക്കുറവ്, വളരെ ഭാഗ്യക്കുറവ് അനുഭവപ്പെടാൻ കഴിയുന്നൊരു കാലമാണ്. അതേപോലെ ധനപരമായ നഷ്ടങ്ങൾ ഉണ്ടാകും. ആരോഗ്യ പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാകും. ദൈവാധീനം വളരെ കുറഞ്ഞ ഒരു സമയമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകാവുന്നൊരു കാലഘട്ടത്തിൽ ഈ ദിവസം കുറച്ചുകൂടെ ദോഷമാണെങ്കിൽ വളരെ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു സമയമാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക, ദോഷങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് കർക്കിടകക്കൂറുകാർ. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങളൊന്നും ഉപയോഗിക്കുകയും ചെയ്യരുത്. ചിങ്ങം, മകം, പൂരം, ഉത്രം, ആദ്യ കാൽഭാഗം. ചിങ്ങരാശി
ചിങ്ങ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കഠിന ദോഷമുള്ള സമയമാണ്. എങ്കിലും അവർക്ക് ചെറിയ ദൈവാധീനമൊക്കെ ഉണ്ടാവുകയും ചെയ്യും. പൊതുവെ ഒരാത്മവിശ്വാസക്കുറവ് എല്ലാ കാര്യത്തിലും ഉണ്ടാകുന്ന സമയം. അലസത, ദഹനക്കുറവ്, പിത്തസംബന്ധമായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. മനസ്സും ബുദ്ധിയൊന്നും അത്ര അനുകൂലമല്ല. അഭിപ്രായ സ്ഥിരത ഒരു കാര്യത്തിലുണ്ടാവില്ല. കാലത്തെ പറയുന്നത് വൈകുന്നേരം പറയില്ല. ആ രീതിയിലുള്ളൊരു സ്വഭാവം ചിങ്ങക്കൂറുകാർ കാണിക്കും. ഗർഭാശയ സംബന്ധമായ അസുഖമുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാവും. കടബാധ്യത വരാനുള്ളൊരു സാധ്യതയുണ്ട്. വളരെയധികം ആ കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കണം. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല. വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല. ജീവിത പങ്കാളിയുമായിട്ട് ചില കലഹങ്ങളൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് കുടുംബത്തിലും ഒരു സ്വസ്ഥത കുറവൊക്കെ ഉണ്ടാവും. അപ്പം ഇങ്ങനെ പറയുമ്പോൾ കലഹം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതാണ് ചെയ്യേണ്ടത്. വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക, അല്ലെങ്കിൽ അങ്ങനെ സാഹചര്യത്തെ കാണുമ്പോൾ അവിടെ നിന്ന് മാറിപ്പോവുക ഒക്കെ ചെയ്യുക. ജീവിത പങ്കാളിയുമായിട്ട് കലഹം ഉണ്ടാകുന്ന ഒരു തോന്നൽ വന്നാൽ അതിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കാതിരിക്കുക. ഇങ്ങനൊരു സാഹചര്യം ഉണ്ടെന്ന് അറിഞ്ഞാലല്ലേ അത് സൃഷ്ടിക്കാതിരിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യം ഉണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്കത് ഒഴിവാക്കാൻ കഴിയും. അതിനു വേണ്ടി തന്നെയാണ് ഈ ഫലം എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്. അത് കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് പോകാനാണ്. തൊഴിൽ മേഖല അത്ര അനുകൂലമൊന്നുമല്ല. തൊഴിൽ രംഗത്ത് ചില പ്രയാസങ്ങൾ, മേലധികാരികളിൽ നിന്നുള്ള ചില ഗുണകരമല്ലാത്ത സമീപനങ്ങളൊക്കെ ഉണ്ടാവും. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. കാരണം 8-ൽ ശനിയാണ്. അപകടങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ ഈ ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അതുമൂലം ഉണ്ടാകുന്ന സാഹചര്യം, ഈ അപകടങ്ങളൊക്കെ ഉണ്ടാകാൻ സാഹചര്യമുള്ളപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് അതിൻ്റെ സാഹചര്യങ്ങളെ കൂട്ടുകയുള്ളൂ. അപകടം ഉണ്ടാക്കാനുള്ള സാധ്യതയെ കൂട്ടുകയുള്ളൂ. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കണം. ജന്മത്തിൽ കേതുവും സഞ്ചരിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ ശ്രദ്ധിക്കാം. ഇനി കന്നി രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമാണ്. ഉത്തരം അവസാന 3/4 ഭാഗം, അത്തം ചിത്ര ആദ്യ പകുതി ഭാഗമാണ് കന്നി. 7-ാം ഭാവത്തിൽ ശനിയും 10-ൽ വ്യാഴവും 12-ൽ കേതുവൊക്കെ സഞ്ചരിക്കുക. തൊഴിൽ രംഗത്ത് ചില പ്രയാസങ്ങളൊക്കെ സ്വാഭാവികമായി ഉണ്ടാകുന്ന സമയമാണ്. നഷ്ടങ്ങൾ, ധനനഷ്ടമൊക്കെ ഉണ്ടാവാം. അമിതമായ ചിലവൊക്കെ വരുന്നൊരു കാലഘട്ടമാണിത്. 7-ൽ ശനി എല്ലാ കാര്യങ്ങൾക്കും തടസ്സങ്ങൾ, നിവൃത്തി കുറവൊക്കെ ഉണ്ടാവും. പക്ഷെ ജാതകത്തിലെ ഗ്രഹങ്ങളൊക്കെ അനുകൂല സ്ഥാനത്താണെങ്കിൽ കുറച്ചൊക്കെ മാറ്റങ്ങൾ വരികയും ചെയ്യും. എന്നാലും കുറച്ചൊക്കെ ഇങ്ങനെ വരുന്ന ഒരു കാലഘട്ടമാണ് കന്നിക്കൂറുകാർക്ക്. എങ്കിൽ പോലും അവർക്ക് ഈ ദിവസം ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമായിരിക്കും. കുറേ ഗുണങ്ങളൊക്കെ കിട്ടുന്ന ദിവസമായിരിക്കും. ആരോഗ്യം അവർക്ക് മേന്മയുള്ളതാണ്. അലസതയൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നതിൻ്റെ ചില മേന്മയൊക്കെ അവർക്ക് ഉണ്ടാവുകയും ചെയ്യും. ഒരു അഭിപ്രായ സ്ഥിരത എല്ലാ കാര്യത്തിലും ഉണ്ടാവില്ല. പല കാര്യങ്ങളിലും ഒന്ന് പറയുന്നത് പോലെ ചെയ്യുന്ന ഒരു സ്വഭാവമായിരിക്കില്ല ഈ ദിവസം ഉണ്ടാവുക. പറയുന്ന ഒരു വേറെ, പ്രവൃത്തി ഒന്ന് വേറെ എന്നുള്ള രീതിയായിരിക്കും. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. മനസ്സും ബുദ്ധിയൊന്നും അനുകൂലമായിരിക്കില്ല. മാതൃസ്ഥാനീയർ അനുകൂലമല്ല, എന്നാൽ പിതൃസ്ഥാനീയർ അനുകൂലമാണ്. ആരോഗ്യകാര്യത്തിൽ ചെറിയ മേന്മയുണ്ടാവുകയും ചെയ്യും. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ഈ ത്വക്ക് രോഗങ്ങൾ പോലുള്ള അസുഖമുള്ളവരാണെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കണം. അവർക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. രക്തവാത രോഗങ്ങളൊക്കെ ഉള്ളവർ ഈ ദിവസം ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. പൊട്ടൊക്കെ വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നർത്ഥം. തൊലിപ്പുറത്തൊക്കെ അതൊക്കെ ശ്രദ്ധിക്കുക. കടബാധ്യതയെ കരുതിയിരിക്കണം. മറ്റുള്ളവരുമായിട്ടുള്ള കലഹം ചെറുതായിട്ട് ഉണ്ടാകും. എങ്കിലും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നത് കൊണ്ട് ആ ദോഷത്തെ ഒരു പരിധി വരെ കുറയ്ക്കാൻ കഴിയും. നല്ല രീതിയിൽ വാക്കുകൾ ഉപയോഗിച്ചാൽ പല പ്രശ്നങ്ങളും ഉണ്ടാകാതിൻ്റെ പകുതി പോലും പ്രശ്നങ്ങളായി തീരില്ല. ഇപ്പോൾ കന്നിക്കൂറുകാർക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. വാക്കുകൾ നല്ല രീതിയിലൊക്കെ ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളെയും അതിലൂടെ ഒഴിവാക്കിയെടുക്കാം. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അനുകൂലമായിരിക്കും. അതിൻ്റെ ഒരു മേന്മയും കിട്ടും. ജീവിത പങ്കാളി അനുകൂലമാണ്. ധനപരമായ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാവും. മക്കളുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. തൊഴിൽ മേഖലയിൽ ഒട്ടും അനുകൂലമായ സമയമല്ല. തൊഴിലാളികളും അതേപോലെ കൂടെ പ്രവർത്തിക്കുന്നവരും മേന്മയുള്ളവരായിരിക്കില്ല. സ്വന്തം സ്ഥാപനമൊക്കെ നടത്തുന്നവരാണെങ്കിൽ തൊഴിലാളികളിൽ നിന്നൊക്കെ ഒരു അനുകൂലമല്ലാത്ത സ്ഥിതി ഉണ്ടാവാൻ സാധ്യതയുള്ള ദിവസമാണ്.
ഇനി തുലാക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമായ ദിവസമാണ്. ഒരു പൂർവ്വപുണ്യത്തിൻ്റെ കുറവ് അനുഭവപ്പെടുന്ന അല്ലെങ്കിൽ പൂർവ്വപുണ്യവുമായി ബന്ധപ്പെട്ട ചില പ്രയാസങ്ങളോ ദുരിതങ്ങളൊക്കെ ഉണ്ടാകുന്നല്ലാണ്ട് പൊതുവെ അനുകൂലമായ സമയം തന്നെയാണ്. ആരോഗ്യ കാര്യത്തിലൊക്കെ നേട്ടമുണ്ടാകും. എല്ലാ കാര്യവും ആത്മവിശ്വാസത്തോടു കൂടി ചെയ്യാൻ കഴിയും. അലസതയൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. ആരോഗ്യ കാര്യത്തിലൊക്കെ നേട്ടങ്ങളുണ്ടാവും. മനസ്സും ബുദ്ധിയും ഒക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. മാതൃസ്ഥാനീയർ അനുകൂലമാണ്. പിതൃസ്ഥാനീയർ അനുകൂലമാണ്. അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. സഹോദര സ്ഥാനീയരും അനുകൂലമാണ്. ശത്രുദോഷങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കാൻ കഴിയുന്ന ദിവസമാണ്. കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാൻ കഴിയും. നല്ല സുഹൃത്ബന്ധങ്ങൾ പുതുതായിട്ട് ഉണ്ടാക്കാനായിട്ട് കഴിയും. ആവശ്യമില്ലാതെ മനസ്സ് ക്ഷോഭിക്കുന്ന പ്രശ്നത്തെ ഒന്ന് ഒഴിവാക്കുക. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ബാക്കി കാര്യങ്ങളൊക്കെ ശരിയായിക്കോളും. പ്രത്യേകിച്ച് ജാതകത്തിലൊക്കെ ചന്ദ്രൻ്റെ സ്ഥാനവും 5ാം ഭാവാധിപൻ്റെ സ്ഥാനവും അനുകൂലമല്ലാത്ത തുലാം രാശിക്കാർ ശ്രദ്ധിക്കേണ്ട സമയമാണ് കേട്ടോ. ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമാണ്. പുതിയ സുഹൃത്ബന്ധങ്ങളെയും ഉണ്ടാക്കാൻ കഴിയും. ധനപരമായ കാര്യങ്ങളിൽ നേട്ടമുണ്ടാകും. മക്കളും ജീവിത പങ്കാളിയും ഒക്കെ അനുകൂലമായതുകൊണ്ട് കുടുംബത്തിലൊരു സ്വസ്ഥയും സമാധാനമൊക്കെ ലഭിക്കും. തൊഴിൽ രംഗത്തും പുതിയ അവസരങ്ങളൊക്കെ കണ്ടെത്താൻ കഴിയുന്ന സമയമാണ്. പുതിയ തൊഴിൽ മേഖല കണ്ടെത്തുകയും പുതിയ വികസന പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യാനായിട്ടും കഴിയും. തൊഴിൽ രംഗത്ത് പൊതുവെ മേന്മയുള്ള സമയമാണ്. ജാതകത്തിലും സമയം അനുകൂലമാണെങ്കിൽ ഈ കാലഘട്ടം വളരെ നല്ല രീതിയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ പുരോഗതിക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാൻ അനുകൂലമാണ്. കുറച്ചു കാലം വൃശ്ചികം രാശി, വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. വൃശ്ചികം രാശിക്ക് ഒട്ടും അനുകൂലമല്ല. വൃശ്ചിക രാശിക്ക് ഒട്ടും അനുകൂലമല്ല. 4 രാഹുവാണ്. കുടുംബത്തിലെ കലഹങ്ങളൊക്കെ ഉണ്ടാകുന്ന കാലഘട്ടമാണ്. 5 ശനിയാണ്. പൂർവ്വപുണ്യ സുഹൃതമൊക്കെ കുറയുന്ന കാലഘട്ടമാണ്. 8 വ്യാഴം, ദിവാദിനം ഒട്ടുമില്ല. കർമ്മഭാവത്തിൽ കേതു അനുകൂലമല്ല. ഇങ്ങനെ പൊതുവെ ഒട്ടും അനുകൂലമല്ലാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് പോകുന്നത്. അത് കുറച്ച് കാലം ഉണ്ടാവും. അങ്ങനെയുള്ള കാലഘട്ടമാകുമ്പോഴും ഈ ദിവസവും അനുകൂലമല്ല. ഇപ്പോൾ കാലഘട്ടം പൊതുവെ അനുകൂലമല്ല. അപ്പോൾ ദിവസഫലം കൂടെ അനുകൂലം അല്ലെങ്കിൽ വളരെ ശ്രദ്ധ വേണം. ഈശ്വരാധീനം ഉണ്ടാക്കാൻ വേണ്ടി വളരെ നന്നായിട്ട് ശ്രമിക്കണം. ഇപ്പോൾ ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് ഈശ്വരാധീനം ഉണ്ടായിട്ട് എനിക്ക് പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നും ഉണ്ടായിട്ടല്ല. ഞാനത് പറയുന്നത് ഭംഗിയായിട്ട് നാമം ജപിക്കുകയും ക്ഷേത്ര ദർശനം നടത്തുകയൊക്കെ ചെയ്ത് ഈശ്വരാരാധന മുന്നോട്ട് പോയാൽ ദോഷങ്ങളുടെ അളവിനെ കുറയ്ക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ്. മനസ്സും ബുദ്ധിയൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് വൃശ്ചിക രാശിക്കാർക്ക് കഴിയും. മാതൃസ്ഥാനീയർ അനുകൂലമാണ്. അഭിപ്രായ സ്ഥിരതയോടെ കാര്യങ്ങളൊക്കെ ചെയ്യാനും വൃശ്ചിക രാശിക്കാർ കഴിയും. എന്നാൽ എല്ലാത്തിനും അലസതയായിരിക്കും. അലസതയായാലോ ഒക്കെ ചെയ്യാനുണ്ടെന്ന് വെച്ചാൽ ചെയ്യണ്ടേ? ചെയ്യാൻ കഴിയും കാര്യങ്ങളൊക്കെ, പക്ഷെ ചെയ്താലേ ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ട് അലസത മൂലം പല പ്രശ്നങ്ങളുണ്ടാവും. എല്ലാത്തിനോടും സംശയം, ആത്മവിശ്വാസക്കുറവൊക്കെ അനുഭവപ്പെടും. ആരോഗ്യകാര്യത്തിൽ വളരെ ശ്രദ്ധ വേണ്ട സമയമാണ്. ആരോഗ്യകാര്യം ഒട്ടും അനുകൂലമല്ല. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാവും. ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ സഹോദരന്മാരോ അങ്ങനെയുള്ളവരോ വേണ്ടപ്പെട്ടവരുമൊക്കെ ആയിട്ട് കലഹം ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കടബാധ്യത വർദ്ധിക്കും. അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് വാഹനമൊക്കെ അലസമായി ഓടിക്കാതിരിക്കുക. ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ വാഹനം ഓടിക്കുകയോ അല്ലെങ്കിൽ തൊഴിൽ മേഖലയിൽ ചെല്ലുകയോ ചെയ്യാതിരിക്കുക. തൊഴിൽ രംഗത്താണെങ്കിൽ ഒട്ടും അനുകൂലമല്ലാത്ത ഒരു സ്ഥിതിയാണ്. ജീവിത പങ്കാളിയും മക്കളും ഒന്നും അനുകൂലമല്ലാത്തതിൻ്റെ കുടുംബത്തിലും സ്വസ്ഥതയൊന്നും ഉണ്ടാവില്ല. അപ്പം ഇങ്ങനെ ഒരു സ്വസ്ഥത കുറവൊക്കെ അനുഭവപ്പെടുമ്പോഴാണ് അനുകൂലമല്ലാത്ത സുഹൃബന്ധങ്ങളും അതേപോലെ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗമൊക്കെ ഉണ്ടാകുന്നത് എന്നൊക്കെ പറയാമെങ്കിലും അതൊന്നുമല്ല ശരി. നമ്മൾ സ്വയം നിയന്ത്രിച്ചാൽ അനുകൂലമല്ലാത്ത സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ചെന്നുപെട്ടാൽ ദോഷം കൂടുതലാകുന്നുള്ളത് കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെന്നുപെടാതെ നമ്മുടെ സമയം അനുകൂലമല്ലെന്ന് മനസ്സിലാക്കി മര്യാദയ്ക്ക് ജീവിക്കുക എന്നുള്ളതാണ് വൃശ്ചികക്കുറുകാർ ഇപ്പോൾ ചെയ്യേണ്ടത്.
നന്നായിട്ട് നാമം ജപിക്കുക എന്നുള്ളത് വളരെ പ്രധാനവും. ഇനി ധനുരാശിക്കും കഠിനദോഷമാണ്. 4-ൽ ശനിയും 9-ൽ കേതുവാണ്. ഭാഗ്യക്കുറവും കുടുംബത്തിലെ അസ്വസ്ഥതയും വളരെ പ്രധാനപ്പെട്ടതായിട്ടുണ്ടാകുന്നൊരു കാലഘട്ടമാണ് ധനുക്കാർക്ക്. എങ്കിൽ പോലും അവർക്ക് പൊതുവെ ഈശ്വരൻ്റെ ഒരു അനുഗ്രഹമൊക്കെ ഉള്ളതുകൊണ്ട് പല പ്രശ്നങ്ങളും ഒഴിവാകും. ആരോഗ്യ കാര്യങ്ങൾ അത്ര മേന്മയില്ല. അലസതയും ആത്മവിശ്വാസക്കുറവുമൊക്കെ പല കാര്യങ്ങളിൽ അനുഭവപ്പെടും. ഗർഭാവസ്ഥയിലുള്ളവർ, ഗർഭാശയ രോഗമുള്ളവരൊക്കെ ശ്രദ്ധിക്കണം. ഒരു അഭിപ്രായ സ്ഥിരത ഉണ്ടാവില്ല ഒരു കാര്യത്തിലും. മാതൃപിതൃസ്ഥാനീയർ അനുകൂലമല്ല. മനസ്സും ബുദ്ധിയൊന്നും അനുകൂലമായിരിക്കില്ല. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. വാക്കുകൾ വളരെയധികം നിയന്ത്രിക്കണം. ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളിൽ ഇടപെട്ട അഭിപ്രായം പറയാനായിട്ട് ധനുക്കൂറുകാർ ഈ ദിവസം പോകണ്ട. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമായിരിക്കില്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. കടബാധ്യതയ്ക്കും ഉള്ള സാധ്യതയുണ്ട്. മക്കൾ അനുകൂലമായിരിക്കും. ജീവിത പങ്കാളി അല്പം അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് കുടുംബത്തിലൊരു സ്വസ്ഥത കുറവൊക്കെ അനുഭവപ്പെടാം. തൊഴിൽ മേഖല അത്ര മേന്മയൊന്നുമില്ല, എങ്കിലും വലിയ ദോഷമില്ലാതെ മുന്നോട്ട് പോവുകയും ചെയ്യും. മകരം രാശി ഉത്രാടം അവസാന 3/4 ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 6-ൽ വ്യാഴം, ദൈവാധീനമില്ലാത്ത കാലഘട്ടം. 8-ൽ കേതു, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ. 2-ൽ രാഹു, സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ ഉണ്ടാവും. എന്നാൽ ഈ ഗ്രഹങ്ങളുടെ ജാതകത്തിൽ അനുകൂല സ്ഥാനത്ത് നിന്നിട്ടാണെങ്കിൽ നിൽക്കണമെങ്കിൽ മേന്മ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. പക്ഷെ ജാതകത്തിൽ അനുകൂലം അല്ലെങ്കിൽ വളരെയധികം ദോഷങ്ങളുണ്ടാവും. എങ്കിലും പൊതുവെ ദോഷങ്ങളുണ്ടാവും. ഇവർക്ക് മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കഠിന ദോഷമുള്ള ദിവസമാണ് പൊതുവെ നോക്കുമ്പോൾ. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ദൈവാധീനം ഉണ്ടാക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം. ഈശ്വരാരാധനയൊക്കെ കൃത്യമായിട്ട് ചെയ്യുക. ആരോഗ്യ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഇനിയുള്ള കുറച്ച് നാളത്തേക്ക് ആരോഗ്യം ഒട്ടും അനുകൂലമല്ല. അപ്പോൾ ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ദിവസം അനുകൂലം അല്ലെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആസ്തമ, മാനസികമായ അസ്വസ്ഥത ഇതൊക്കെ ഉണ്ടാവും. മനസ്സ്, ബുദ്ധി ഒന്നും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല. മാതൃപിതൃസ്ഥാനീയർ അനുകൂലമല്ല. ഒരു കാര്യത്തിൽ അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയില്ല. ഈ അഭിപ്രായ സ്ഥിരതയോട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അത് അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയല്ല. നമ്മൾ പറയുന്ന കാര്യങ്ങളെ വളരെ ശ്രദ്ധയോടുകൂടി ഒരഭിപ്രായ രൂപീകരണത്തിന് ശേഷം മാത്രമേ ചെയ്യാവൂ. കുറച്ച് കാര്യം ചെയ്തിട്ട് പിന്നെ മാറ്റാനുള്ളൊരു സാധ്യത ഉണ്ടാകാതിരിക്കാനുള്ള ശ്രദ്ധ കൊടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഇങ്ങനെയുള്ള പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന്. അതേപോലെ മാനസികമായ അസ്വസ്ഥതയുള്ളവർ കൃത്യമായി മരുന്ന് കഴിക്കുകയൊക്കെ ചെയ്യുക. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ആരോഗ്യ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. മിത്രങ്ങളും ശത്രുക്കളായി തീരുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. വാക്കുകൾ വളരെ ശ്രദ്ധയോടെയും കരുതലോടെയും ഉപയോഗിക്കണം. വാക്കുകൾ മൂലം പല പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. പരമാവധി വാക്കുകൾ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചാലും മതി. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അഭിപ്രായം പറയണ്ടല്ലോ, മിണ്ടാണ്ടിരിക്കുന്ന മതി. ജീവിത പങ്കാളി പതിവ് അനുകൂലമായിരിക്കും. തൊഴിൽ മേഖലയിൽ മേന്മയുണ്ടാകും. എന്നാൽ മക്കളുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസമൊക്കെ സാമ്പത്തിക കാര്യത്തിലൊക്കെ ഉണ്ടാവാം. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണത്. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളത്. കുംഭം അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൊരുരുട്ടാതി ആദ്യ 3/4 ഭാഗം. കുംഭൻ രാശിക്ക് ഗുണകരമായ ഒരു ദിവസമാണ്. കാര്യം ജന്മത്തിൽ രാഹുവും 2-ൽ ശനിയും 7-ൽ കേതുവും ഒക്കെ ഉള്ള കാലഘട്ടമാണെങ്കിലും ഈ ദിവസം പൊതുവെ അനുകൂലമായിരിക്കും. കാലഘട്ടം എന്ന് പറഞ്ഞാൽ അത്ര അനുകൂലമൊന്നുമല്ല. ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവാം, ധനപരമായ പ്രശ്നങ്ങളുണ്ടാവാം, നിവൃത്തിക്ക് എല്ലാ കാര്യങ്ങളുടെയും നിവൃത്തിക്ക് തടസ്സമുണ്ടായിട്ടേ നടക്കും. ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. എങ്കിൽ പോലും പൊതുവെ ഈ ദിവസം ഇവർക്ക് മേന്മയുള്ളതായിരിക്കും. ആരോഗ്യ കാര്യങ്ങളിൽ മേന്മയുണ്ട്. ആത്മവിശ്വാസത്തോടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. അലസതയൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. മനസ്സ് ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. മാതൃപിതൃസ്ഥാനീയരൊക്കെ ഒരു പരിധിവരെ അനുകൂലമായിരിക്കും. ഉറച്ച ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ ഈ ദിവസം പല കാര്യങ്ങളിലും സഹായിക്കും. സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. കടബാധ്യത വരാതിരിക്കാനും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഒരു പരിധി വരെ അനുകൂലമായിരിക്കും.
വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ട് പല മേന്മയും അതുകൊണ്ടുണ്ടാകും. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമായിരിക്കും, ഞാൻ പറഞ്ഞല്ലോ, അനുകൂലമായിരിക്കും. പൊതുവെ ഒരു ദൈവാധീനം കുംഭക്കൂറുകാർക്കുള്ള ഒരു സമയമായിരിക്കും, ഈ ദിവസമായിരിക്കും ഇത്. ധനപരമായ കാര്യങ്ങളിൽ നേട്ടം ഉണ്ടാവും. ജീവിത പങ്കാളി മക്കളുമൊക്കെ ഒരു പരിധി വരെ അനുകൂലമായിരിക്കും. തൊഴിൽ രംഗത്തെ ചില തടസ്സങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്, അത് ശ്രദ്ധിച്ചുകൊള്ളണം. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാനും ശ്രദ്ധിക്കുക. സുഹൃബന്ധങ്ങളെയും ശ്രദ്ധിക്കണം. മീനക്കൂറ് പൂരോരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി 4 വ്യാഴം 12 രാഹു ജന്മശനി ഏഴരശനിയുടെ കാലഘട്ടമാണ്. വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. ഇവരെ സംബന്ധിച്ച് ദോഷകരമായൊരു ദിവസം തന്നെയാണ്. കഠിന ദോഷമല്ലാന്നേ ഉള്ളൂ, ദോഷകരമായൊരു ദിവസം തന്നെയാണ് ഇവർക്ക്. ഇപ്പോൾ പല കാര്യങ്ങളിലും ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ആരോഗ്യ കാര്യങ്ങൾ അനുകൂലമല്ല. വാത പിത്ത സംബന്ധമായ അസുഖമുള്ളവർ മീനക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ജന്മത്തിൽ ശനിയും കൂടെ സ്ഥിതി ചെയ്യുന്ന സമയമാണ്. ഇപ്പോൾ അനുകൂലമല്ല, വളരെ ശ്രദ്ധിക്കണം. ഒന്നിനും ഒരു ആത്മവിശ്വാസക്കുറവും അലസതയൊക്കെ ഉണ്ടാവും. അലസത ഒഴിവാക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്നും പിറ്റത്തേക്ക് മാറ്റി വയ്ക്കാതിരിക്കാനായിട്ട് ഈ ദിവസം മീനക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ഉഷ്ണരോഗങ്ങളും നേത്രരോഗങ്ങളൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം. അതേപോലെ ഗർഭാശയ സംബന്ധമായ അസ്വസ്ഥത ഉള്ളവർ, ഗർഭാവസ്ഥയിലുള്ളവർ ഒക്കെ ശ്രദ്ധിക്കുക. മാനസികമായ അസ്വസ്ഥത, ആസ്മ, ഇതൊക്കെ കൂടുതൽ സാധ്യതയുള്ളൊരു ദിവസമാണ് മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല. ധനപരമായ കാര്യങ്ങളിൽ ചില തടസ്സങ്ങളും പ്രയാസങ്ങളൊക്കെ നേരിടും. ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാം എന്നൊന്നും പറയാവുന്ന കാലഘട്ടമല്ല. കാരണം ഉദ്ദേശ സമയത്ത് ധനപരമായ കാര്യങ്ങൾ നടക്കില്ല. കടം വാങ്ങുകയോ കടം കൊടുക്കാതിരിക്കുകയോ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. കടബാധ്യത ഒരു പരിധി വരെ കുറച്ചു കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സമയം കൂടെയാണ്. കടം കൊടുക്കാനും കടം വാങ്ങാനൊന്നും അനുകൂലമായ കാലഘട്ടവുമല്ല എന്ന് മനസ്സിലാക്കുക. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. മക്കളുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളും ധനപരമായ കാര്യങ്ങളിൽ ചില തടസ്സങ്ങളും അനുഭവപ്പെടും. തൊഴിൽ മേഖല അത്ര മേന്മയുള്ളതൊന്നുമല്ല. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. ഇത് ഒരു പൊതുവായ ഫലമാണ്, ആരുടെയും ജാതക ഫലമല്ലെന്നറിഞ്ഞ് ഇതിനെ സമീപിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധയോടുകൂടി ചെയ്ത് മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ഈ ദിവസത്ത് ഒരു ദോഷം വരാതിരിക്കാൻ നമുക്ക് കഴിയും. പ്രമാദ ഈശ്വരാധീനവും നാമം ജപമൊക്കെ ആയിട്ട് മുന്നോട്ട് പോയാൽ മതി. പിന്നെ വരുന്നത് വളരെ കുറഞ്ഞ തോതിലുള്ളതായിരിക്കും. അത് പ്രാരാബ്ധകർമ്മത്തിന് എന്തെങ്കിലും കിട്ടേണ്ടതുണ്ടെങ്കിൽ ഇത്രയും വളരെ കുറഞ്ഞ തോതിലുള്ളതേ കിട്ടൂ. ഇതൊക്കെ ചെയ്ത് നന്നായിട്ട് പോവുക ഈശ്വരനെ വിചാരിച്ച്. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ. അമ്മേ.